അയോധ്യ മുഴുവൻ കൊള്ളയടിച്ച് മുന്നോട്ടു പോകുന്ന സംഘപരിവാർ ശക്തികളെയാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നത്. വിശ്വാസികൾ എന്ന് കപടവേഷം ധരിച്ച് ഉദ്ഘാടന മാമാങ്കവും നടത്തി ഇങ്ങനെ കട്ടുതിന്നവരെ കയ്യാമം വെച്ച് നടത്തിക്കാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തം വിശ്വസ്തർ തന്നെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയപ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അയോധ്യയിലെ കാണിക്കപ്പണം എണ്ണിയിരുന്നത് CCTVയുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത്രയ്ക്കും ആസൂത്രിതപരമായിരുന്നു അവിടുത്തെ കൊള്ള മുഴുവൻ നടന്നത്. അതിന് സാധാരണക്കാരെ കൊണ്ട് മാത്രം കഴിയില്ല. മോഷ്ടിച്ച പണം ശുചിമുറിയിൽ ഒളിപ്പിച്ച ശേഷം സൗകര്യത്തിനനുസരിച്ച് പുറത്തെത്തിക്കുന്നതായിരുന്നു പതിവെന്ന് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിലെ പ്രതികളിൽ ഒരാൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. SITയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പ്രതി എല്ലാം തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രധാന ഭാരവാഹികളെല്ലാം തന്നെ സംഘപരിവാറുകാർ ആണെന്ന് നമുക്കറിയാം. അവർ തന്നെ ആസൂത്രണം ചെയ്ത ഈ മോഷണം സ്വന്തം ശ്രീരാമൻ്റെ മുതലാണ് എന്നുള്ളത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാകാൻ പോവുകയാണ്. CCTVയെ പോലും വെട്ടിച്ചിങ്ങനെ കളവ് നടത്തുന്നത് ചമ്പത് റായിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരാണ്. അതിൻ്റെ വിഹിതം അവരിലേക്കും എത്തുന്നുണ്ടാകുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. പ്രധാന പ്രതിയായ അവിനാശ് ശുക്ലയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ പ്രതിയായ അവിനാശ് ശുക്ലയെ ഇന്ന് പോലീസ് 2 മണിക്കൂറോളം വളരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടത്തിയതിൻ്റെ ചുരുൾ അഴിഞ്ഞു വന്നത്. കാണിക്കപ്പണം എണ്ണുന്ന മുറിയിലെ CCTV ക്യാമറകളുടെ സ്ഥാനം തങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്നും അവയുടെ പരിധിയിൽ വരാത്ത തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ മുതലെടുത്തുകൊണ്ടാണ് പണം അപഹരിച്ചത് എന്നും പ്രതി SITക്ക് മുന്നിൽ സമ്മതിച്ചിരിക്കുന്നു. മോഷ്ടിച്ച പണം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം താൽക്കാലികമായി ശുചിമുറികളിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയും പിന്നീട് അവസരം ലഭിക്കുന്നതിനനുസരിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് കടത്തുകയായിരുന്നുവെന്നും ഇവർ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായി അവർ വെളിപ്പെടുത്തുകയാണ്. കാണിക്കപ്പണം എണ്ണുന്ന മുറിയുടെ 2 താക്കോലുകളിൽ ഒന്ന് കേസിലെ മറ്റൊരു പ്രതിയായ ടിനു യാദവിൻ്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. ടിനു യാദവിനെ നമുക്കറിയാം. അത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ ഡ്രൈവറാണ്. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഈ താക്കോൽ സ്ഥാനം തന്നെ ഏൽപ്പിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കൊള്ളക്കാരൻ എന്നുള്ളത് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തെ താക്കോൽ ബാങ്ക് ജീവനക്കാരുടെ പക്കലായിരുന്നു. വളരെ ആസൂത്രിതമായി ഒരു കൂട്ടായ്മ പോലെയാണ് പ്രതികൾ ഈ തട്ടിപ്പ് നടത്തിയത് മുഴുവൻ. സംഘത്തിലെ ഒരാൾ പണം മോഷ്ടിക്കുമ്പോൾ മറ്റുള്ളവർ അയാൾക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർത്ത് ക്യാമറകളുടെയും മറ്റുള്ളവരുടെയും നോട്ടത്തിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ക്യാമറകൾ ഒരു കൺട്രോൾ റൂം വഴി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും സുരക്ഷാ ജീവനക്കാർ ഇവരുടെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാതിരുന്നതും പ്രതികൾക്ക് സഹായകമായി. അവർക്കും വേണ്ട പോലെ കൊടുത്തിരുന്നു കാണും. കൂടാതെ ക്ഷേത്ര ട്രസ്റ്റുമായി അടുത്ത ബന്ധമുള്ളവരായതിനാൽ ആരും തങ്ങളെ സംശയിച്ചിരുന്നില്ല എന്നും ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തുകയാണ്. ഈ രീതിയിൽ മോഷ്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമിയും വീടും ഒട്ടനവധി വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ശബരിമലയിൽ നടന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണെങ്കിൽ SIT മാത്രമാണ് ഇപ്പോൾ UPയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു ജുഡീഷ്യറിയുടെ കീഴിലേക്ക് മാറ്റുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞു. ഏതായാലും അയോധ്യയിൽ കൊള്ള നടത്തി എന്നുള്ളത് സത്യം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുഴുവൻ ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ക്ഷേത്ര ട്രസ്റ്റി അനിൽ മിശ്രയ്ക്ക് പണം എണ്ണുന്ന പ്രക്രിയയിൽ പ്രധാന പങ്കുണ്ട് എന്നുള്ളതും ഈ പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാണിക്കപ്പണം കൈകാര്യം ചെയ്യുന്നതിലെ മേൽനോട്ട വീഴ്ചകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതോടെ അനിൽ മിശ്രയും അതുപോലെ ശ്രീരാം ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും കഴിഞ്ഞ ആഴ്ച തങ്ങളുടെ പദവികൾ രാജിവെച്ചത് നമ്മൾ കണ്ടു. ഇത് മുൻകൂട്ടി ഒരുപക്ഷെ കേസ് അട്ടിമറിക്കാനും അതുപോലെ അറസ്റ്റിൽ നിന്നും ഭയന്നുമാണ് ഈ പ്രധാനപ്പെട്ട സംഘപരിവാർ നേതാക്കൾ രാജിവെച്ചത് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ചമ്പത് റായിയുടെ അടുത്ത അനുയായിയും ഡ്രൈവറും ഒക്കെയായ ടിനു യാദവാണ് ഇതിൻ്റെ പിന്നിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പണം എണ്ണുന്നതിന് മേൽനോട്ടം വഹിച്ചിരുന്ന സുഭാഷ് ശ്രീവാസ്തവ, കൂടാതെ അനിൽ കപിൽ മിശ്ര,
ലവ് കുഷൻ മിശ്ര, മനീഷ് കുമാർ യാദവ് തുടങ്ങിയവർ ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. ഇതെല്ലാം ഈ ചമ്പത് റായ് അടക്കമുള്ളവരുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ്. ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതിന് മുൻപ് തന്നെ ജൂൺ 5-ാം തീയതി അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ 58 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. ബാക്കി തുക ജൂൺ 5-ാം തീയതി മുതൽ 8 വരെയുള്ള തീയതികൾ ബാങ്ക് ട്രാൻസ്ഫർ വഴി പ്രതികൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു. നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കാണിക്കപ്പണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും നടന്നിരുന്നുവെന്നതിൻ്റെ സൂചനയാണ് പോലീസ് വിലയിരുത്തുന്നത്. അങ്ങനെ അയോധ്യയിലെ രാമൻ്റെ പണം മോഷ്ടിച്ചത് അയോധ്യയിലെ ട്രസ്റ്റ് ഭാരവാഹികൾ എന്ന് തന്നെ പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ സ്വന്തക്കാരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനപ്പുറം നാണക്കേട് വേറെയില്ല. ഒന്നുകിൽ അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ നടക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ട് യോഗി ആദ്യം രാജിവെക്കും, അല്ലെങ്കിൽ തനിക്കും തൻ്റെ വിശ്വസ്തർക്കും സംഭവിച്ച ഇത്രയും വലിയൊരു വീഴ്ചയിൽ നരേന്ദ്രമോദി ആദ്യം രാജിവെക്കണം. ഏതായാലും യോഗി തോറ്റാൽ അത് നരേന്ദ്രമോദിയുടെ കൂടി പതനമായിരിക്കും. അയോധ്യയിലെ പണം മോഷ്ടിച്ച് ഈ BJPക്ക് ഇനി UP യിൽ നിലനിൽപ്പില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിലാദ്യം രാജിവെക്കുന്നതും പുറത്താകുന്നതും യോഗിയാണോ മോദിയാണോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത്.